നമ്മുടെ രാജ്യത്തെമ്പാടും കണ്ടുവരുന്ന ശിവലിംഗത്തിന്റെ ഷേപ്പ് ആണ് നിങ്ങൾ പോയി കാണുന്നത്. അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ ആണ് നിങ്ങൾ പോയി കാണുന്നത്. അതായത് ഒരു സർക്കുലർ ബേസ് ഉണ്ടാവും. ഈ പറയുന്ന ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം അതിന്റെ മുകളിൽ സെന്ററിൽ ഇങ്ങനെ വച്ചിട്ടുണ്ട്. എന്തോ ഒരു സംഭവത്തിൽ നിന്ന് ശിവൻ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു ഡെപിക്ഷൻ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുവരെ എടുത്ത് കാണുന്ന ഒറ്റപ്പെട്ട ആർട്ടല്ല, നമ്മുടെ ഇന്ത്യയിലെ പല അമ്പലങ്ങളിലും കാണുന്ന ഒരു കോമൺ ഡിസൈൻ ആണ് നിങ്ങൾ പോയി കാണുന്നത്. ഇതൊരു ആർട്ട് ഫോം എന്നുള്ള രീതിയിൽ നോക്കാണ്ട് നമുക്ക് കുറച്ച് ടെക്നിക്കലി ആലോചിച്ച് നോക്കുന്നത്. ശിവൻ എന്തൊരു സിലിണ്ടറിക്കൽ സംഭവത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ടുള്ള ഒരു ഇമേജ് ഡിസ്ക്രിപ്ഷനും നമ്മുടെ ശിവലിംഗമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. അതായത് ശിവലിംഗം എന്ന് പറയുന്നത് ശിവൻ യാത്ര ചെയ്യാൻ ഉപയോഗിച്ച എന്തോ ക്യാപ്സ്യൂളോ എന്തോ ഒരു വാഹനമാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതായത് പണ്ട് പ്രീമേച്ചർ ഇന്റലിജന്റ് ബീങ്സ് ഉള്ള നമ്മുടെ ഭൂമിയിലേക്ക് എന്തോ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവം വന്നിറങ്ങുന്നു. അവർ കാണുന്നത് എന്തോ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ക്യാപ്സ്യൂളിൽ നിന്നും ഒരു സംഭവം ഇറങ്ങി വരുന്നതായിട്ടാണ്. ഇവരുടെ രൂപം നമ്മളിപ്പോ ഈ പറയുന്ന പോലെ കൈയും കാലുള്ള മനുഷ്യന്റെ രൂപം ആവണമെന്നില്ല, വേറെ എന്തെങ്കിലും ഒരു രൂപത്തിലുള്ള സംഭവമായിരിക്കും ഇവർ കണ്ടത്. അത് കാലം മുന്നോട്ട് പോയപ്പോൾ നമ്മൾ മനുഷ്യന്റെ ഭാവനയിൽ നിർമ്മിച്ച ഒരു രൂപമായിരിക്കാം ഈ പറയുന്ന ഹ്യൂമനോയിഡ് ഫിഗർ, അതായത് മനുഷ്യന്റെ രൂപം. മെസോപ്പൊട്ടേമിയൻ അനുനാഗി സിവിലൈസേഷൻസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ കൊത്തുപണിയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഡബിൾ ഹീലിംഗ് സ്ട്രക്ചർ ശരിക്കും കാണാൻ പറ്റും. അതായത് മോഡേൺ ഡേ DNA ആയിട്ട് വളരെ മാച്ച് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇതേപോലത്തെ വളരെ സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചർ നമ്മുടെ ഇന്ത്യയിലെ നാഗക്ഷേത്രങ്ങളിൽ പോയാൽ കാണാൻ പറ്റും. അതായത് രണ്ട് പാമ്പുകൾ തമ്മിൽ ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ശരിക്കും നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇതും അൽനാക്കിയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്ട്രക്ചറും നമ്മുടെ മോഡേൺ ഡേ DNA ശരിക്കും സെയിം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് നല്ല ഹൈപ്പർ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ബീങ്ങിനെ ഇവർ ഉണ്ടാക്കിയെടുത്തു എന്നാണ് ശരിക്കും ഇതിനൊക്കെ പറയുന്നത്. അതായത് ഹ്യൂമൻസിനെ ഉണ്ടാക്കിയെടുത്തു എന്നാണ് ഇതിൽ പറയുന്നത്. അതും ഇന്ത്യൻ മിത്തോളജി എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് സർപ്പങ്ങളുടെ അറ്റത്ത് ശരിക്കും നിൽക്കുന്നത് രണ്ട് മനുഷ്യരാണ്. അതായത് ഈ പറയുന്ന DNA മാനിപ്പുലേഷൻ വഴി ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഹ്യൂമനെ ഉണ്ടാക്കിയെടുത്തതിന്റെ ഒരു ഇമേജ് ഡിസ്ക്രിപ്ഷൻ ആവാൻ ശരിക്കും നമ്മുടെ മുന്നിലേക്ക് ഇത്ര നാളും നിന്നിരുന്നത്. ഏകദേശം അതേ സിമിലർ ആയിട്ടുള്ള കഥകളാണ് അനുനാക്കിയുടെ സ്റ്റോറീസിലും പറയുന്നത്. ഏകദേശം അതുപോലെ തന്നെ വളരെ സിമിലർ ആയിട്ടുള്ള സ്റ്റോറിയാണ് നമ്മുടെ ഖുറാനിലും പറയുന്നത്. അതുപോലെ തന്നെ വളരെ സിമിലർ ആയിട്ടുള്ള ഒരു കഥയാണ് ഈജിപ്ഷ്യൻസിലും പറയുന്നത്. എവല്യൂഷൻ കാരണമാണ് ഉണ്ടായെന്നുള്ള ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ അവിടെ നിൽക്കട്ടെ, പക്ഷെ ഈ പറയുന്ന ടെക്സ്റ്റുകളിലൊക്കെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന സ്ഥിതിക്ക് ഇത് എവല്യൂഷൻ ആണോ അത് മാനിപ്പുലേഷൻ ആണോ ശരിക്കും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നാച്ചുറൽ ആയിട്ടുള്ള ഒരു എവല്യൂഷൻ ആയിരിക്കും നമ്മുടെ ഈ പറയുന്ന ഗൊറില്ലയും ഈ പറയുന്ന ഓറാങ്കുട്ടാനൊക്കെ, പക്ഷെ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു എവല്യൂഷൻ ആയിരിക്കും ശരിക്കും നമ്മുടെ ഇത്ര ഇന്റലിജൻസ് ഉള്ള ഹ്യൂമൻ ബീങ്സ്. നമ്മുടെ രാജ്യത്തെമ്പാടും കണ്ടുവരുന്ന ശിവലിംഗത്തിന്റെ ഷേപ്പ് ആണ് നിങ്ങൾ പോയി കാണുന്നത്. അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ ആണ് നിങ്ങൾ പോയി കാണുന്നത്. അതായത് ഒരു സർക്കുലർ ബേസ് ഉണ്ടാവും. ഈ പറയുന്ന